യഥാർത്ഥത്തിൽ ബിഗ് ബോസിലൂടെ ഈ വർഷം എല്ലാവരും ആഗ്രഹിച്ച ഒരു ഒത്തുചേരലാണ് അനീഷിനെയും അനുമോളുടെയും. അനീഷ് ഒരു സാധാരണക്കാരാണ്. അനുമോളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് രണ്ടാൾക്കും ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ തന്നെ പറയുന്നത് പോലെ ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ ഒരു പ്രോമോ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ ഷർട്ടെല്ലാം ഇൻ ചെയ്ത് അടിപൊളി ലുക്കിൽ നിൽക്കുന്ന അനീഷിനെ ആദ്യം കാണാം. തൊട്ടുപിന്നാലെ കറുത്ത വലിയ ഗൗണൊക്കെ ഇട്ട് ഒരു സുന്ദരി നവവധുവായി നിൽക്കുന്നത് പോലെ അനുമോളെയും. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇരുവരുടെയും റിസപ്ഷൻ വീഡിയോ ആണെന്ന്. പക്ഷെ പിന്നീടാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. പ്രേക്ഷകർ പറയുന്നു സ്റ്റാർ സിംഗർ റിലോഡ് എന്ന് പറഞ്ഞ ഏഷ്യനെറ്റ് കുറച്ചധികം ദിവസങ്ങളായി കുറേയധികം പ്രോമോയും ട്രെയിലറുകളും പുറത്തുവിടുന്നുണ്ട്. ആ ഷോയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇവർ ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മാത്രമല്ല, പിന്നാലെ ഷാനവാസുണ്ട്, നൂറയും ആദിലയുമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെ കാണുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. നവീനെയും അതുപോലെ അക്ബറിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അനുവിൻ്റെ റിഫോർക്കെല്ലാം പിടിച്ച് അക്ബർ സഹായിക്കുന്നുണ്ട്. അതോടെ വീഡിയോയിൽ കണ്ട് പ്രേക്ഷകർ നെട്ടിയിരിക്കുകയാണ്. കാരണം അനുമോളും അക്ബറും ബിഗ് ബോസ് ഹൗസിൽ പുറത്തിറങ്ങിയതിനു ശേഷം അനുമോളെ ഫേക്ക് ഗെയിമർ ആണെന്നൊക്കെയായിരുന്നു അക്ബർ പറഞ്ഞത്. എന്നാൽ അവിടെ അനീഷ് ആരോടും മിണ്ടാതെ മുന്നിൽ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ക്യാമറ കണ്ടപ്പോൾ അനീഷ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോളെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളാണ് പ്രേക്ഷകർ പറയുന്നത്. അവർ രണ്ടുപേരും ജീവിതത്തിൽ ഒന്നിച്ചില്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഭൂരിഭാഗം പ്രേക്ഷകർ. രണ്ടുപേരും ഒരുമിച്ച് കണ്ടതിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരും. അതിനെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ കമൻറ്റുകളിലും ചെയ്യുന്നത്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ഇവർ രണ്ടുപേരും മാറും. രണ്ടുപേരെയും കുറേയധികം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ഇത് ബിഗ് ബോസിന് ശേഷം പിന്നീട് മറ്റൊരാൾ ഷോയിൽ കൂടി അനുമോളെയും അനീഷിനെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത്. ഇതുവരെ യാഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കുകയാണെങ്കിൽ നിരവധി പേരാണ് ആശംസിക്കുന്നത്. ഒരു ഷോയിൽ കൂടി ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത് കാണാനുള്ള ആഗ്രഹമാണ് പ്രേക്ഷകർക്കും. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അത് എല്ലാവർക്കും ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ആരാധകരുടെ സ്നേഹം മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. പ്രേക്ഷകരുടെയും പ്രീതി പിടിച്ചു പറ്റാതെ തന്നെയാണ് ഇപ്പോൾ അനുമോൾ അനീഷും ഒരുപോലെ നിൽക്കുന്നത്. അനുവിനെ മുമ്പ് സീരിയലുകളിലും പരിചയമുണ്ടെങ്കിലും ആരാധകരുമുണ്ടെങ്കിലും അനീഷിന് അങ്ങനെയല്ല. അനീഷിനെ എല്ലാ ബിഗ് ബോസ് വന്നിട്ട് നേടിയതാണ്. ബിഗ് ബോസിൽ തൻ്റേതായ സ്വഭാവവും ഗെയിം സ്ട്രാറ്റജിയും ഒക്കെ എടുത്ത് നേടിയവരാണ്. അതുകൊണ്ട് അവർ കൂടുതൽ കാര്യങ്ങൾ മറിഞ്ഞു നിൽക്കുന്നവരാണ്. അനുമോൾ തന്നെയായിരുന്നു വിന്നറായിരിക്കുന്നത്. എങ്കിലും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത് അനീഷ് തന്നെയായിരുന്നു. അവസാനത്തെ 2 ദിവസം കൊണ്ടാണ് അനുമോളിൻ്റെ വോട്ടെല്ലാം തന്നെ കൂടിയത്. ആ പുറത്തുനിന്നുള്ള കമൻറ്റുകൾ വന്നതിന് ശേഷമാണ് അനുമോൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും അത് അനുമോളെ പുറത്താക്കാതെ മറിച്ച് അവിടെയുള്ളവർക്ക് തന്നെ സിമ്പൽ തോന്നിക്കാനും കാരണമായി മാറുകയത്. അനുമോളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനീഷ് ആയിരുന്നതിന് വിജയ് ആയിരുന്നു. അനീഷും അനുമോൾ യാഥാർത്ഥ ജീവിതത്തിൽ ഒരുമിക്കുമോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഇരുവരും ഒന്നിച്ചില്ലെങ്കിൽ വളരെ നന്നായി എന്നാണ് പ്രേക്ഷകർക്ക് അഭിപ്രായമുള്ളത്. കാരണം അനുമോൾ അനീഷ് ജോഡികളെ പ്രേക്ഷകർ അത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.